നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ എപ്പോഴും ദൈവം നമ്മുടെ കൂടെ തന്നെയേ നിൽക്കുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പലരും എന്നെ കപടഭക്തയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ശ്രമിച്ച അന്ന് തൊട്ടിട്ട് എനിക്ക് മുമ്പോട്ട് ഇങ്ങനെ നീക്കം മാത്രങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ണൻ തന്നെ സാധിപ്പിച്ച് തരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരാഗ്രഹം ഒരിക്കൽ ഞാൻ സാധിപ്പിച്ചതാണ്. പിന്നെ വീണ്ടും നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പോക്കാണിത്. അപ്പം ഇതിൽ ആദ്യമേ തന്നെ കണ്ണനോടാണ് നന്ദി പറയുന്നത്. കാരണം കണ്ണൻ എൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ലേബൽ ഉണ്ടാവുകയും അതിലൂടെ അറിയപ്പെടാൻ എനിക്ക് പറ്റുകയും അതേപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടാൻ പറ്റുകയും ചെയ്യുന്നത്. ഏതായാലും എൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളതും എന്തിനാണ് ഞാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വയ്യെ ഞാൻ കാണിച്ചു തരാം. ഏതായാലും താങ്ക് യു സോ മച്ച് കണ്ണ. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാറില്ല, പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞത് മാതിരി എനിക്ക് സാധിപ്പിച്ചു തരുന്നുണ്ട്. ഏതായാലും ബാപ്പോടി നമുക്ക് കാണാം. അങ്ങനെ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാണ് എന്നുള്ളത് അവിടെ എത്തിയിട്ട് പറയാം. എന്താണ് മേടിക്കാൻ പോകുന്നതെന്നുള്ളത് കുറച്ച് നിമിഷവും കൂടി വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് പറയാം. അത് കൈ കിട്ടിയതിന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ വീണ്ടും മേടിക്കാനുള്ള കാരണവും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീട്ടിൽ നിന്ന് 1 hour ആ ഷോപ്പിലേക്ക്, എൻ്റെ കസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ എൻ്റെ കസിൻ എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ, സ്വന്തം ബ്രദർ എന്ന് തന്നെ പറയാം. ഏട്ടാനുജന്മാരുടെ മക്കൾ കേട്ടോ, അല്ല ഏട്ടാനുജന്മാരുടെ മക്കൾ എന്നല്ല, എൻ്റെ വാപ്പയുടെ അമ്മൻ്റെ ആങ്ങളൻ്റെ കുട്ടികളാണ്. അങ്ങനെ ആങ്ങളെയും പെങ്ങളെയും മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അവൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഒക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഈ കപടഭക്തക്ക് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് വിടുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. കപടഭക്തർക്ക് മുന്നോട്ടൊരു നീക്കുണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടത്. ഏതായാലും എനിക്ക് വീടായി. ഇനി ഹജ്ജിന് പോകുന്ന കാര്യം, അത് ഒരുപാട് ആൾക്കാർ ട്രോളുന്നുണ്ട്. പക്ഷെ അത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, ഹജ്ജിന് പോകുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരുടെയും കയ്യിലുള്ളൊരു സംഭവമല്ല. നമ്മൾ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്താൽ 5 വർഷം കഴിഞ്ഞിട്ടേ ഈ ഹജ്ജിന് പോകാനുള്ളത് കിട്ടുള്ളൂ. ഗവൺമെൻറ് ത്രൂ പോകുക വെച്ചാൽ ഒരാൾക്ക് 5 ലക്ഷം 6 ലക്ഷം കാനാണ് ഒരാൾക്ക് പറയുന്നത്. ഇത് 2 പേരല്ല, ഞാൻ 3 പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാന്നുള്ള പറഞ്ഞിരുന്നുണ്ട്. ഇനി അവർക്ക് ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർക്കൊരു ടെൻഷനും സങ്കടവും ഉണ്ടാവില്ല. കാരണം എൻ്റെ ഉമ്മയും വാപ്പയും ഏകദേശം 4 ഉംറ ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഹജ്ജിന് പറഞ്ഞേക്കാൻ പറ്റില്ല, ഞാൻ അവരെ ഉംറക്ക് പറഞ്ഞേക്കും. ഉംറക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരാൾക്ക് മാക്സിമം 1 ലക്ഷം രൂപയാണ് നമ്മുടെ ചിലവ്, പോക്ക് വരവിന് പറ്റുക. പിന്നെ നമ്മുടെ ചിലവ് വേറെ എടുക്കണം. ഇത് ഹജ്ജിനുള്ളത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് ത്രൂ പോവുകയാണെങ്കിൽ 5 ലക്ഷം രൂപ നമ്മുടെ പോക്ക് വരവിന് മാത്രം കേട്ടോ. പിന്നെ നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ അവനവനെടുത്തോളണം. അപ്പം അങ്ങനെയാണ്. പ്രൈവറ്റ് ആകുമ്പം ചിലത് 10 ആവും, 15. ഓരോരുത്തരെ ഇത് സർവീസ് പോലെയാണല്ലോ ഗവൺമെൻറ് ഉണ്ടാകുക. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. ഇനി അവർക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് ടെൻഷനില്ല. കാരണം ഓൾമോസ്റ്റ് അവർ ഓൾറെഡി അവർ പോയിട്ട് വന്നതാണ്. 1, 2, 3, 4 തവണയില്ല. എൻ്റെ വാപ്പ 4 പ്രാവശ്യമാണെന്ന് തോന്നുന്നു, ഉമ്മ 4, 5 പ്രാവശ്യം. ഉമ്മാൻ്റെ ഉമ്മയും വാപ്പയുള്ള സമയത്ത് അവർ വർഷം പോവുമായിരുന്നു. അപ്പം എൻ്റെ ഉമ്മ ആയിരുന്നു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ പോവാറ്. അതുകൊണ്ട് എനിക്കത് ഒരു വിഷയമുള്ള കാര്യമേ അല്ല. ഇത് പലർക്കും അങ്ങനെ, പലരുടെയും സ്വപ്നമായിരിക്കാം മേ ബി, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഭയങ്കര സ്വപ്നമാണെന്നൊന്നും പറയാനില്ല. കാരണം സ്വപ്നം കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ആർത്തി എന്ന് പറയാം. ആർത്തി 2ാമത്തേതാണ് ഞാൻ എൻ്റെ അറിവിൽ. 2ാമത്തതല്ല, നിലവിൽ 1 2 ഉണ്ട്. 2 മാത്രമല്ല, എൻ്റെ മക്കളെ കയ്യിലും ഉണ്ട്. അപ്പം എന്തെത്താന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ല. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അവൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോകും. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുക. നേരെ പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ട്. അവനൊക്കെ ലോക്കല്, മറ്റേ
അവൻ്റെ കമ്പനിക്കാരെ തന്നെ എടുത്തു വെച്ചാൽ പറയാം ലോക്കൽസാണ്. പാലക്കൽ അമ്മായി, ഇച്ചി, അവരുടെയൊക്കെ നാട്ടിലല്ലേ അവൻ പോവുള്ളൂ, നമ്മളെ പോലെ ഒന്നും ആവില്ലല്ലോ. അപ്പം എന്താന്ന് ഒരു കുറച്ച് സമയം കൂടി. ദൈവം എന്തും നമ്മളെ പരീക്ഷിച്ചിട്ടേ തരുള്ളൂ എന്ന് പറയാറില്ലേ അല്ലേ? ദൈവം ഞാൻ 2 ഷോപ്പ് കയറി. 3-ാമത്തെ ഷോപ്പിലേക്ക് കുറ്റിയാടിക്ക് പോവുക. ഞാനിപ്പോൾ നിലവിൽ താമരശ്ശേരിയാണ് ഉള്ളത്. കൊയിലാണ്ടിൽ നിന്ന് നേരെ താമരശ്ശേരി വന്നു. എൻ്റെ കസിൻ്റെ ഷോപ്പിലായിരുന്നു വന്നത്. അപ്പോൾ അവിടെ വന്നു, സാധനം ഉണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ച കളറ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഷോപ്പിൽ നോക്കി. ആ ഷോപ്പിൽ നോക്കിയപ്പം ആ കളറില്ല. അപ്പോൾ കോഴിക്കോട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. കോഴിക്കോട് അവർ മൊത്തം തപ്പി എവിടെയില്ല. ഉള്ളത് മാഹി, കുറ്റ്യാടി, ബാംഗ്ലൂര്, പിന്നെ എവിടെയും ഇരിട്ടി. ഇരിട്ടിയിൽ 2 ഉണ്ടല്ലോ ആ കളറ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ആകെ കുറ്റ്യാടിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ പോയ ഷോപ്പിൻ്റെ ഓണറുടെ പിന്നെ മാനേജർ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിനൊക്കെ ഫുൾ ടൈം അവിടെ ഉണ്ട്. ആരാ ഓണർ, എന്താ മാനേജർ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അവരെ വിളിപ്പിച്ച് അതൊന്ന് അവിടെ മാറ്റി വെപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെ പോകണം. അതിൻ്റെ മുമ്പായിട്ട് എനിക്കൊന്ന് നമ്മുടെ മന്ത്ലി ചെക്കപ്പിന് പോകണം. അപ്പം പിന്നെ ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയത് പോകണം. ഇഡ്ഡലി ഗർഭ, ദോശ ഗർഭ, ബട ഗർഭ അല്ല കേട്ടോ, മൈഗ്രെയിൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കൊച്ചിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞപ്പം അത് വീഡിയോ ചെയ്യാൻ എത്ര റിയാക്ഷൻകാരാണ്. എന്നെക്കുറിച്ച് അതേ സെയിം സാധനം ഈ കൊച്ചു സഹിതം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രതികരിക്കാൻ മാത്രം മനുഷ്യന്മാരില്ല. അപ്പം ഇവിടെ വ്യക്തികളെ നോക്കിയിട്ടാണ് ഓരോന്ന് പ്രതികരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഏതായാലും ഞാൻ ഇക്കറയിലേക്ക് പോവുകയാണ്. എൻ്റെ ഡോക്ടറെ ഹോസ്പിറ്റലിൽ വന്നേ ആർക്കോ എന്തോ വെച്ച് കൊടുത്തിട്ട് ഒഴിവാക്കാൻ വന്നായിരിക്കും. ഇവനും കണ്ടിട്ടുണ്ട്. ഇവനോട് ഞാനൊന്ന് പറഞ്ഞെടുത്തൊക്കെ അത് യൂട്യൂബറാണ് എന്നുള്ളത്. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ഡോക്ടർക്ക് ഇന്നൊരു സമ്മാനം കൊടുക്കാൻ പോവുക. മോളെ അങ്ങോട്ട്. കാരണം എന്താ സമ്മാനം എന്ന് ചോദിച്ചാൽ എൻ്റെ ഡോക്ടറെ ഞാൻ കാണിക്കൂല കേട്ടോ. എൻ്റെ ഡോക്ടർ കാണിക്കാത്തത് ഡോക്ടറോട് ദേഷ്യം ഉണ്ടായിട്ടോ കാണിക്കാൻ പേടിയായിട്ടോ ഒന്നല്ല. ഡോക്ടർ ഒറ്റക്കാരിയെ പറഞ്ഞുള്ളൂ. എന്തായാലും ഒന്ന് പറഞ്ഞൂടെ, കളിക്കരുത്. ആ ഡോക്ടറെ അടുത്ത് ഞാൻ ഇത് വീഡിയോ എടുക്കാൻ പോയാൽ എൻ്റെ പയ്യത്തെ ഡോക്ടറെ എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാത്തത് അതുകൊണ്ടാട്ടോ. ഇനിയും പറഞ്ഞോ. എന്നിട്ട് എന്നിട്ട് ഈ ഡോക്ടർക്ക് ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാല്, സാധാരണ ഒരു രാവിലെ 12 മണിക്ക് 1 മണിക്കൊക്കെ എണീച്ചിട്ടാണ് ചിലവർ നടക്കാത്തത്. 4 മണി 5 മണി 6 മണിയാകുമ്പോ എണീക്കൂല. എന്നാ പിന്നെ ആ ഒരു എണീക്കുന്ന സമയത്തൊന്നും നടക്കാൻ പോയിക്കൂടെ? എന്നാ പിന്നെ ആരും ഉണ്ടാവില്ല കൂടെ. 5 മണിക്ക് കാറുണ്ടാകും, ഞങ്ങൾ വിളിച്ചാ പോരെ? 5 മണിക്ക് ഞാൻ ചായ കുടിക്കാൻ എണീച്ച് ചായ കുടിച്ചിട്ട് ഞാൻ കിടക്കാറില്ലേ? ആ റെഗുലറായിട്ട് ചെയ്യാറില്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് സൈഡ് എടുക്കോ? മോട്ടോർ വാഹന വകുപ്പ്. എന്നിട്ട് വേറൊരു രസം എന്താ വെച്ചാൽ, രസമല്ല, എന്തിനാണ് ഞാൻ ഈ ഡോക്ടർക്ക് സമ്മാനം കൊടുക്കുന്നതും കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് 1.5 എന്ന് പറഞ്ഞ് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ മൈഗ്രെയിന് കാരണം ഓവറായിട്ട് ടെൻഷൻ ആവുക, പ്രഷർ, കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ളവർക്ക് മൈഗ്രെയിൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് ഈ ഡോക്ടറെ കാണിച്ചന്ന് തൊട്ടിട്ട് ഞാൻ ഭയങ്കര റിലാക്സുമാണ്. എനിക്ക് ഉറക്കമുണ്ട്. എനിക്ക് മൈഗ്രെയിൻ മന്ത്ലി 1 ടൈമോ അല്ലെ 2 ടൈമോ എങ്കിലും ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാനാണ്. മറ്റേത് ഒരു മാക്സിമം ഒരു 4 ദിവസം. എനിക്ക് അതിലേക്കപ്പുറം പിന്നെ നിൽക്കാൻ പറ്റില്ല, ഛർദി തുടങ്ങും. അപ്പോൾ നമ്മൾ ഡോക്ടറെ ദൈവതുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ദൈവതുല്യമായിട്ടുള്ള ആൾക്ക് ഒരു ദൈവത്തിന് സമ്മാനമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ്. എന്നാളേ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടറെ ഏതൊക്കെ അച്ചൂട്ടൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് കിട്ടും, കയറി. അപ്പം എൻ്റെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഷോപ്പ് കയറുക.
ഭാഗ്യണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കിട്ടും. അജിഫാനല്ല കേട്ടോ. ഭാഗ്യം കുറച്ച് കുറവാണോ? ഇല്ല, ലോനാണോ പോയത്? പോയതല്ല, ഞാൻ നിൽക്കുന്നതോനാണോ എനിക്ക് ഡൗട്ടുണ്ട്. ആണ് 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 ആണാണ് വണ്ടി കണ്ട ഏകദേശം കൂടി ചിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് അണ്ടിപ്പരിപ്പ് അജിഫാനാണ്. ആടാ എന്തുവാടാ തിന്നുന്നത്? നിക്കടാടാ, അടക്കടക്കടക്കടക്ക്. എന്റെ ബ്രദർ വേഗം അണ്ടിപ്പരിപ്പെടുക്ക്. അച്ചൂട്ടനെ കണ്ടു. ദേ അവന് എനിക്കൊരു സമ്മാനമൊക്കെ തന്നു. അതൊന്ന് ഞാൻ പൊട്ടിച്ച് കഴിച്ചു കേട്ടെ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഹണി കേക്ക്. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവം. ഇതിന് സ്പൂണൊക്കെ ഉണ്ടെന്നാ എന്നെ കാണിച്ചോളൂ. എന്നോട് വണ്ടിയില്ല. ഹണി കേക്ക് ആദ്യം വണ്ടി തിന്നു. വണ്ടി തിന്നു ഗൈസ്. ഇതാണ്, ഇതിന് സ്പൂണും കാര്യങ്ങളൊന്നും ഉണ്ട്. എനിക്ക് സ്പൂണോ വേണ്ട. ചാതി മധുര ഗൈസ്. പല്ലിൻ്റെ കുത്തിക്കറി. പല്ലിൻ്റെ കുത്തിക്കറി. ഹണീൻ്റെ ഫ്ലേവർ. ഹണി കേക്കിന് പിന്നെ ഹണീൻ്റെ ഫ്ലേവർ അല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കണ്ട. വെള്ളം കൂടെ ഇതാണ് തൊട്ടി. എന്താ പറയാ, മഞ്ഞപ്പാലല്ല പച്ചപ്പാല. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പുളിമുട്ട് നടക്കുന്ന സമയത്ത് പോയ വെള്ളമാണ്. പാലം പൊട്ടി നമുക്ക് വെള്ളം കുടിക്കാണ്ട് മരിക്കാന്നൊന്നും വിചാരിക്കേണ്ട. വെള്ളം കുടിച്ചിട്ട് തന്നെ വരും. പാലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതാട്ടോ. നാളേക്കുള്ള അങ്ങനെ ഡോക്ടറെ കാണിച്ചു. കുങ്കി കിട്ടി. സിനുനായി കേട്ടോ കുങ്കി. ചോറ് തിന്നില്ല ഗൈസ്. 1:30 വന് ആംബുലൻസ് വെഹിക്കിൽ നിൽക്കണം. അങ്ങനത്തെ സ്പീഡിൽ ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് കാണിച്ച് കഴിയുമ്പോൾ 3:30 ആയിക്കാ. ഞങ്ങൾക്ക് 10 ടോക്കൺ കിട്ടി. അതിൻ്റെ മുമ്പത്തെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അവനോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ മരണപ്പാച്ചിൽ വാങ്ങിയെന്ന്. ആരെ കുറിച്ചാ? ഓപ്ഷൻ 1 ഉമ്മച്ചി, ഓപ്ഷൻ 2 പാലക്കലമ്മായി. അല്ല, എന്നെ പ്രേമിക്കുന്ന ഒരാളില്ലേ, അതിങ്ങും കണ്ടില്ലെന്ന് നടക്കരുത്. റോഡ് റോളറ്. ഞാൻ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി ഇങ്ങനെന്തോ ഇറിറ്റേഷനായിട്ട്. ചോറ് പോയി നോക്കട്ടെ. കിട്ടിയ KKPP ആയിരിക്കും. കാരണം ഒന്നാമതാണ് വൈകുന്നേരം ചായക്കടി കാര്യങ്ങൾ അംബികയിലാകുമ്പോൾ നല്ല സൈഡ് കിട്ടും. എനിക്ക് ഷുഗറൊക്കെ കുറയുന്നുണ്ടോന്ന്. എന്താ വെച്ചാല് ഞാൻ ഒന്നും കഴിച്ചില്ല. ഇവരൊക്കെ എന്തൊക്കെ എണ്ണീട്ട് വരിക. ഞാൻ അന്തിക്ക് പോയിട്ട് തിന്നു. എനിക്ക് 2 കണക്ക്. എനിക്ക് 2 മീന് നിർബന്ധമായി. നോക്കൊന്ന് കൊടുത്തുകൂടാഞ്ഞോ? ഓങ്ങള് വിചാരിക്കും ഓക്ക് മീൻ കൊടുക്കാണ്ട് നിൽക്കുമ്പോ തിന്നാൻ കിട്ടിയില്ല. അന്ന് ചിക്കൻ ഉണ്ടായി കേട്ടോ. ഇന്നലത്തെ മറ്റേതോ ബ്രോസ്റ്റഡ്
നമ്മുടെ സർപ്രൈസായി പോയി എന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ സിനുക്കാക്ക ഇവിടെ വിളിച്ച് എല്ലാം സെറ്റാക്കി പോവുക. ചിക്കു എന്ന് പറയുന്നത് യൂട്യൂബ് മുതലാളിയാ. എൻ്റെ യൂട്യൂബ് ശരിക്കും മുതലാളി. ഞാൻ വെറും ഒരു തൊഴിലാളി മാത്രം. എൻ്റെ യൂട്യൂബ് നോക്കുന്നത് എൻ്റെ കസിൻ ബ്രദറാണ്. അവൻ്റെ പേരാട്ടോ ഞാൻ ചിക്കു എന്ന് പറഞ്ഞത്. ഓരാണ് ശരിക്കും മുതലാളി. എന്നോട് എപ്പോഴും പറയൂ ജസിത്ത അക്കൗണ്ട് ഞാൻ മാറ്റുമെന്ന് അറിയൂ. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന എൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് യൂട്യൂബിൻ്റെ ABCD അറിയില്ല. അവൻ്റെ കയ്യിലാണ് എൻ്റെ യൂട്യൂബ് ഉള്ളത്. അപ്പോൾ അവനാണ് ശരിക്കും മുതലാളി. അപ്പോൾ അവൻ വിളിച്ചിട്ടാണ് കുറ്റിയാടി നമ്മുടെ സാധനം റെഡിയാക്കി വെച്ചത്. സാധനം കാണാം. വെയിറ്റ് ആൻഡ് സീ. മറ്റേ അമ്മായി വരുമ്പോൾ വെയിറ്റ് ആൻഡ് സീ. ചോറ് കിട്ടൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. മക്കൾക്ക് കൊടുക്കാതെ തിന്ന തള്ള. ഇവിടെ എന്താ ബിരിയാണി വരാത്ത? മക്കൾക്ക് ബിരിയാണി മതി. അപ്പം അതിന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചോറ് കിട്ടൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അപ്പൊ ചോറ് കിട്ടൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചോറുണ്ട്. മക്കള് ബിരിയാണി കഴിച്ചു. 2 ചോറേ ബാക്കിയുള്ളൂ തന്നെ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ചോറുന്ന്. തൂ ചോർ ഹേ ഓല് ബിരിയാണി ഹേ. ഓലായിരുന്നു ഓൾക്ക് ബിരിയാണി മതിയെന്ന് തന്നെ. ഫിഷ് ബിരിയാണി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു അത് അവരും കഴിച്ചു. എനിക്ക് രാവിലെ തൊട്ട് ഞാൻ തലവേദന എടുത്തിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര എട്ടാസ് കയറല് ഗൈസ്. അപ്പോൾ തിന്നത് ചിലപ്പോൾ ഇങ്ങോട്ട് പോരോ മതിയാവും. എന്ത് തന്നെ ആയാലും ഇനി നേരെ കുറ്റിയാടിക്ക്. എന്താ ഓർമ്മ ഉണ്ടായി ഞാൻ നേരത്തെ അറിഞ്ഞ കുറ്റിയാടിക്ക് ഒന്ന് പോയാൽ മതി. ഇത് ഇത്രത്തോളം ഭയങ്കര ഹൈപ്പുള്ള സാധനമാണെന്ന് നമ്മളറിയില്ല. ഇങ്ങനെ എല്ലാ ഷോപ്പിലും വിൽപ്പന ഉള്ളൊരു മുതലാണ്. പക്ഷെ ഈ കളറിന് ഇത്രമാത്രം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഷോപ്പിന് ചോദിച്ചത് നിങ്ങൾക്ക് 10-100 ഇറക്കി ചൂട്. ഒരൊറ്റ പീസാണ് ഉള്ളത് കുറ്റിയാടി. ഒരേ ഒരു പീസ്. രാവണം ബൈക്കിലായി. ഡ്രൈവറെ കാണുന്ന ഇവിടെ വണ്ടി നിർത്തിയിട്ട് അവന് ഹെൽപ്പിന് കയറിയതാ. അവൻ പോണ വണ്ടിയാട്ടോ. അങ്ങനെ അതേ എന്താണ് സാധനം എന്ന് ചോദിച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറ്റിയാടി വന്നത്. ഫൈനലി ഇതെൻ്റെ കയ്യിൽ കിട്ടി. ഓപ്പൺ ചെയ്യട്ടെ. ഈ കളറിന് വേണ്ടിയിട്ട് ഞാൻ എത്ര ഷോപ്പ് കയറി ഇറങ്ങിയെന്നറിയോ? ഒപ്പണാവുന്നില്ല ഗൈസ്. എൻ്റെ കയ്യിലുള്ളത് 15 Pro ആയിരുന്നു. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 16ലേക്ക് മാറി. അടിപൊളി സംഭവം കേട്ടോ. യാതോ നാട്ടിൽ ഏതോ ഭാഷയാണ്. യാതൊന്നും അറിയില്ല ഗൈസ്. ഹിന്ദി. ഏതായാലും പലരും കപടവക്താന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടെങ്കിലും ഫൈനലി
ഇത് ബാക്കി ഞാൻ ആ ഷോപ്പുകാരനോട് ചോദിക്കട്ടെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഹലോ, ഫസ്റ്റ് ടൈം ഓണാക്കല്ലേ എടാ. ഇതിൽ ജസ്റ്റ് ഒരു ചാർജർ മാത്രമേ ഉള്ളൂ. ഇത് കോഡ് വയർ മാത്രമേ. എന്താ പറയുക, കോഡ് വയർ എന്താ പറയുക? കോഡ് വയർ അല്ലേ? അല്ല എടാ, ഇതിനെന്താ എന്നടാ പറയാ? ഇതിനെന്തെങ്കിലും പറയാ? കേബിള്. മറന്നുപോയി. എന്നാ ഇതെന്താ ഓണായിട്ട് ഇങ്ങനെ കളിക്കുന്നേ? കേബിളേ ഉള്ളൂ. മറ്റേതിന് അഡാപ്റ്റർ എന്നല്ലേ പറയാം. അഡാപ്റ്റർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളതും ഈ ചാർജറും സെയിം ചാർജറാണ്. 15 Proൻ്റെ തന്നെ ചാർജറാണ് 16 വരുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഇതാണ് ഞാൻ എടുത്ത സാധനം. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ ജസ്റ്റ് വീട്ടിലെത്തിയതേ ഉള്ളൂ. സമയം 9:30. ഒരു നിമിഷം മതി മനുഷ്യരുടെ ലൈഫൊക്കെ മാറി മറിയാമെന്ന് പറയല്ലേ, അതേപോലെയാണ് ഈ സംഭവം. ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. കുറേ കാലമായി എനിക്ക് ഇങ്ങനെ ഫോൺ മേടിക്കണം എന്നുള്ളൊരാഗ്രഹം. പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്ന് അരുണും വീട്ടിലുള്ളപ്പോൾ ഞോടനും വാ പോയി എടുക്കുക, എന്തിനു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ ഇതും കൂടി കൂട്ടിയിട്ട് 3 iPhone കേട്ടോ. 12 mini ഉണ്ട്. 12 mini ഇപ്പം എൻ്റെ കയ്യിലല്ല, എൻ്റെ മൂത്ത സിസ്റ്ററുടെ 2ാമത്തെ മകൻ്റെ കയ്യിലാണ്. അവൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പം എന്നോട് പറഞ്ഞു, ജസിത്ത ഫോണ് കോളേജിൽ പോണതാ, അപ്പോൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ജസിത്ത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ ഫോൺ റെഡി ആവുന്നത് വരെ അവൻ്റെ കയ്യിൽ കൊടുത്തതാണ്. പിന്നുള്ളത് 15 Pro ആണ്. ഇപ്പോൾ 16 ആയി. അപ്പം അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പം യൂട്യൂബ് തുറന്നപ്പോഴാണ് ഞാൻ അറസ്റ്റിലായി എന്നൊക്കെ കേട്ടു. ഞാനേതായാലും ഇപ്പം എവിടെയാണുള്ളതെന്ന് ഇപ്പോൾ പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ, അറസ്റ്റിലല്ലേ. അതുകൊണ്ട് ഞാൻ എവിടെയാണെന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷ ഒരു കാര്യം കൂടി നടന്നു. ഈ 2025 പകുതിയായപ്പോഴേക്കും എൻ്റെ വീട്ടിൽ കൂടി ഫോണ് മേടിച്ചു. അങ്ങനെ ഇനി എനിക്ക് വേറൊരു സ്വപ്നം കൂടി ഉണ്ട് കേട്ടോ. അതും പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറയുക. കാരണം പോയി കിടക്കട്ടെ, എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷൂട്ടുള്ളതാണ്. 7:00 കോഴിക്കോട് എത്തേണ്ടതാണ്. ദാസേട്ടൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉറങ്ങാൻ നോക്കട്ടെ. ഓക്കെ, ടാറ്റാ.